അടുത്ത കാലങ്ങളിലായി പ്രശംസനീയമായ ഒരുപാട് മാറ്റങ്ങൾക്കാണ് സൗദി അവസരങ്ങൾ ഒരുക്കിയത്. പ്രത്യേകിച്ചും സ്ത്രീകളുടെ മുന്നേറ്റത്തിൽ, സ്ത്രീ ശാക്തീകരണത്തിൽ വീണ്ടും പുതിയ ചുവടുവയ്പ്പുകൾ നടത്തുകയാണ് സൗദി അറേബ്യ. ചരിത്രത്തിൽ ആദ്യമായി കഅബയുടെ കിസ്വമാറ്റ ചടങ്ങിൽ വനിതകളുടെ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ്. ജൂലൈ 7 ഹിജ്റ കലണ്ടർ പ്രകാരമുള്ള പുതുവർഷ ദിനത്തിൽ നടന്ന കഅബയുടെ കിസ്വമാറ്റ ചടങ്ങിൽ വനിതകളെ പങ്കെടുപ്പിച്ചു. സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മോസ്കിന്റെയും പ്രവാചകന്റെ പള്ളിയുടെയും പരിപാലനത്തിനായുള്ള ജനറൽ അതോറിറ്റിയിൽ ജോലി ചെയ്യുന്ന സൗദി വനിതകളാണ് കിസ്വമാറ്റ ചടങ്ങിൽ പങ്കെടുത്തത്. നിരവധി വനിതാ ജീവനക്കാരാണ് ചടങ്ങിൽ പങ്കാളികളായത്. ചരിത്രത്തിൽ ആദ്യമായാണ് സ്ത്രീകൾ ഈ സുപ്രധാന ചടങ്ങിൽ പങ്കെടുക്കുന്നതെന്ന് ജനറൽ അതോറിറ്റി ഫോർ കെയർ ഓഫ് ദി ഹോളി മോസ്ക് അറിയിച്ചു. പരമ്പരാഗതമായി പുരുഷന്മാർ മാത്രമാണ് കിസ്വമാറ്റ ചടങ്ങിൽ പങ്കെടുക്കാറുള്ളത്. ചടങ്ങിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ് സ്ത്രീകൾ പങ്കെടുത്തത്. പുതിയ കിസ്വയുടെ ഭാഗങ്ങൾ ചുമന്ന് ഗ്രാൻഡ് മോസ്കിലേക്ക് കൊണ്ടുപോകുന്നതിനായി തൊഴിലാളികൾക്ക് കൈമാറിയത് വനിതകളായിരുന്നുവെന്ന് ഗ്രാൻഡ് മോസ്കിന്റെയും പ്രവാചക പള്ളിയുടെയും പരിപാലനത്തിനായുള്ള ജനറൽ അതോറിറ്റികൾ വ്യക്തമാക്കി. സ്ത്രീ തൊഴിലാളികളുടെ പങ്കാളിത്തം വ്യക്തമാക്കുന്ന ചിത്രം സൗദി പ്രസ് ഏജൻസിയാണ് ആദ്യം പങ്കുവച്ചത്. പഴയ കിസ്വ മാറ്റി പുതിയത് സ്ഥാപിക്കുന്നതായിരുന്നു ചടങ്ങ്. ഞായറാഴ്ച നടന്ന കിസ്വമാറ്റ ചടങ്ങിൽ പങ്കെടുത്തത് 159 കരകൗശല വിദഗ്ധരുടെ സംഘമാണ്. 1000 കിലോഗ്രാം അസംസ്കൃത പട്ടുകൊണ്ട് നിർമ്മിച്ച കിസ്വയാണ് പുതപ്പിച്ചത്. 200 തൊഴിലാളികൾ ചേർന്ന് 10 മാസം കൊണ്ടാണ് കിസ്വയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തയ്യൽ മെഷീൻ ഉപയോഗിച്ചായിരുന്നു ഇതിന്റെ പ്രധാന ഭാഗം നിർമ്മിച്ചത്. ബാക്കി വരുന്ന ഭാഗം കൈകൊണ്ടാണ് തയ്യാറാക്കിയത്. 120 കിലോഗ്രാം സ്വർണ്ണനൂലും 100 കിലോഗ്രാം വെള്ളിനൂലും ഉപയോഗിച്ചാണ് കിസ്വയുടെ മുകളിൽ ദൈവത്തെ പ്രകീർത്തിക്കുന്ന വാക്കുകൾ കരകൗശല വിദഗ്ധർ തുന്നിപ്പിടിപ്പിച്ചത്. 4 കഷ്ണം തുണിയും ഒരു വാതിൽ കർട്ടനും ഉൾക്കൊള്ളുന്നതാണ് കഅബയുടെ മൂടുപടം. 15 മീറ്റർ ഉയരവും 12 മീറ്റർ വരെ നീളവുമാണ് കിസ്വയുടെ 4 കഷ്ണങ്ങൾക്കുള്ളത്. വാർഷിക ആചാരമാറ്റത്തിന് മുന്നോടിയായി കഴിഞ്ഞ മാസമാണ് കിസ്വയുടെ കൈമാറ്റ ചടങ്ങ് നടന്നത്.